ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫ്ലാറ്റിലെ ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ട്രീയിലെ ഓർണമെൻറ്റ്സൊക്കെ പഴയതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഫെസ്റ്റിവൽസിനൊക്കെ വേണ്ടിയിട്ട് വീടൊക്കെ ഡെക്കർ ചെയ്യാനും ഒക്കെ എനിക്ക് മാത്രമേ താല്പര്യമുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഈ വലിയത് വാങ്ങാനൊന്നും ആരും താല്പര്യം കാണിക്കാത്തത്. അപ്പം ഞാൻ തന്നെ ചെറുത് വാങ്ങിച്ച് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് ഇതെല്ലാം. ഈ അടുത്ത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഷോർട്സിലൊക്കെ നമ്മുടെ കയ്യിലുള്ള ക്രിസ്മസ് ട്രീക്ക് കുറച്ചുകൂടി തിക്നെസ്സൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റിബൺ യൂസ് ചെയ്യാമെന്നുള്ളത്. അതൊന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എന്തായാലും യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാനിതൊന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പിന്നെ ഇപ്പോൾ വീട്ടിലത് നോക്കുമ്പോഴൊന്നും എനിക്ക് ഇതിൻ്റെ ഒരു വളവ് മനസ്സിലായിട്ടില്ല. അപ്പോൾ വീഡിയോയിൽ നോക്കുമ്പോഴാണ് ക്രിസ്മസ് ട്രീക്ക് ചെറിയൊരു വളവൊക്കെ ഉണ്ടല്ലേ. എടാ, ഇത്രയും കാലം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു തവണ ചെയ്യുന്നത് വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏറ്റവും അവസാനം ലൈറ്റിംഗ് പരിപാടികളായിരുന്നു. പിന്നെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഈ അടുത്ത് മനസ്സിലാവുന്നത് ലൈറ്റാണ് ആദ്യം ഇടേണ്ടത്, എന്നിട്ട് വേണം ഡെക്കർ ചെയ്യാൻ. അപ്പോൾ കുറച്ചും കൂടി ഫിനിഷിംഗ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം നമുക്കത് പരീക്ഷിച്ച് നോക്കാം. പിന്നെ ഈ റീത്തൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? ആ സെയിം റീത്താണ് കേട്ടോ ഇതിവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. ഇത് ഇത്തവണ ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോയപ്പോൾ ബ്രോഡ്വേന്ന് എനിക്ക് കണ്ട് ഇഷ്ടമായി വാങ്ങിച്ചതാണ്. നല്ല ഭംഗിയില്ലേ അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ TV യൂണിറ്റിൻ്റെ അവിടെ ഇത്തവണ ഞാൻ ഡെക്കർ ചെയ്യുന്നത്. അതും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലേ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത്തവണത്തെ ക്രിസ്മസ് ഡെക്കറേഷനിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം ഇതാണ് കേട്ടോ. നിങ്ങൾ ഷോർട്സ് കണ്ടിട്ടുള്ളവരാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ആ സ്നോ കൂടി കറക്റ്റായി വന്നതാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായേനെ. കഴിഞ്ഞ തവണത്തെ ക്രിസ്മസ് നാട്ടിലായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങളൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ക്രിസ്മസ് വെക്കേഷന് ജസ്റ്റ് 2 ഡേയ്സേ ബാക്കിയുള്ളൂ. അതും ലാസ്റ്റ് ഡേ 23rd 1ാം ക്ലാസ്സുകാർക്ക് എക്സാം ഇല്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഫ്രീ ആണ്. അന്ന് തന്നെയാണ് കേട്ടോ സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷനും വരുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ കസിൻ സിസ്റ്റർ വിളിച്ച സമയത്ത് പറയുന്നുണ്ടായിരുന്നേ അവർക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ ഒന്നുമില്ല, കാരണം ഇപ്പോൾ എക്സാം ലാസ്റ്റ് ആയിട്ടാണല്ലോ വന്നത്, പിറ്റേന്ന് ക്രിസ്മസും ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെലിബ്രേഷനൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ. നിങ്ങളുടെയൊക്കെ സ്കൂളിൽ സെലിബ്രേഷൻ കഴിഞ്ഞോ? ഇത്തവണ എല്ലാവർക്കും അത്യാവശ്യം ലീവ് കിട്ടുന്നുണ്ടല്ലേ ഈ വെക്കേഷന്. അപ്പോൾ ലൈറ്റും കൂടി ഇട്ട് നമ്മുടെ പരിപാടി ഇത് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ടേ. ചുമ്മാ ഭംഗി കണ്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഞാൻ ഈ സാധനം. ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ കിട്ടിയത്. ഇതിലെ ഫ്ലവർ മാറ്റിയിട്ട് ഇപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ. അതുപോലെ തന്നെ ഈ ചെറിയ ലൈറ്റുകൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്ക് പുറത്തൊക്കെ ചെടികളുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.